ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല സന്തോഷത്തോടെ ആട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം എനിക്ക് രണ്ട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രോ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് 10K ആയി കേട്ടോ. അതൊരു വലിയൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര വലിയ കാര്യമാട്ടോ. കാരണം എന്ന് വെച്ചാൽ മീൻസ് എന്നെ എൻകറേജ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കിയ ആൾക്കാർക്ക് ഞാൻ ആദ്യം നന്ദി പറയണല്ലോ. പിന്നെ തമ്പുരാന് നന്ദി പറയണല്ലോ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് പിന്നെ ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ നന്നായിട്ട് ടാനി അത് ചെയ്യാൻ പറ്റും, അങ്ങനെ പറ്റും, ഇങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ലൈക്ക് എന്താ പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. അവരോടൊക്കെ ഒരുപാട് സ്നേഹവും ഒത്തിരി കടപ്പാടും എനിക്കുണ്ട്. അത് തന്നെയല്ല, ഈ 10K ആയപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരൊക്കെ വരുമ്പോൾ എന്നോട് പറയും, മോളെ ഒരു ടെസ്റ്റ് മണി പോലെ ഞങ്ങൾ പറയണോ, മീൻസ് ഞങ്ങൾ പറയട്ടെ, കടയെക്കുറിച്ചൊക്കെ പറയട്ടെ എന്നൊക്കെ പറയുവേ. അപ്പം ഞാൻ പറയും വേണ്ട, നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. കാരണം മനസ്സിൽ എപ്പോഴും ഒരാഗ്രഹം 10K ആകുമ്പോൾ ഒരാൾ വന്ന് പറയണം, അത് എൻ്റെ മനസ്സിലുള്ള ആൾ തന്നെ വരണം. ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നേ. അപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിങ്ങനെ ഈ പുള്ളിക്കാരി എന്നോട് പറയുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് എന്ന് പറയും, പക്ഷെ എൻ്റെ 10K ആവുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് 10K ഒക്കെ ആകുന്ന ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരി വന്നാൽ മതി, നേരത്തെ വരണ്ട, അങ്ങനെയൊക്കെ. അപ്പം യാദൃശ്ചികമായിട്ട് ഇന്നലെ തന്നെ പുള്ളിക്കാരി വന്നു. അപ്പം എനിക്ക് ഒരു ടെസ്റ്റ് മോണി തരാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം പുള്ളിക്കാരി അതിനെന്താ ടാനിക്ക് നന്നായിട്ട് നമ്മൾ ടെസ്റ്റ് മോണിയൊക്കെ തരുമല്ലോ, നമ്മുടെ കടയെക്കുറിച്ചൊക്കെ പറയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എനിക്ക് വളരെ സന്തോഷമായി. വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്വഭാവം അതുപോലെയൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വീഡിയോയെ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യും. അത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹവും ആ മേഡത്തിനോടുള്ള സ്നേഹവും. സീമ ശ്രീകുമാർ എന്നാ മേഡത്തിൻ്റെ പേര്. മേഡം നല്ലൊരു വലിയൊരു സ്കൂളിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ സ്കൂളിലെ ഒരുപാട് ടീച്ചേഴ്സും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ഒരുപാട് ദൂരെയാണ് അത് സ്കൂളൊക്കെ. അവരുടെ നാട് ഒരുപാട് ദൂരമാണ്. എന്നിട്ട് ഇത്ര എഫേർട്ട് എടുത്ത് എറണാകുളത്ത് നമ്മുടെ സ്റ്റോറിൽ വരിക എന്ന് പറഞ്ഞാൽ അത് കർത്താവിൻ്റെ കരുതലും എന്നോടുള്ള സ്നേഹമാണല്ലേ. അപ്പോൾ അതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഒത്തിരി ആൻറ്റിമാർ എന്നോട് പറയും ഇങ്ങനെ, മോളെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം, നീ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ആ മനസ്സിലുള്ള ഒരു ഇതും കൊണ്ടാണ് ഞാൻ ഇത്രയും നാളായിട്ട് പിന്നെ ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഞാൻ അതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയോട് കൂടി ഞാനത് അറ്റാച്ച് ചെയ്ത് എഡിറ്റല്ല, അത് ഇതിനോട് പേസ്റ്റ് ചെയ്യും. എൻ്റെ വീഡിയോസ് ഒന്നും എഡിറ്റിംഗ് ഇല്ല, ഞാൻ ഇപ്പം പറയുന്നത് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളെ വീഡിയോസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സീമ എന്നാണ്. ഞാൻ തൃപ്രയാർ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കുറേ വർഷമായിട്ട് ഇവിടെ ഞാൻ വരുന്നുണ്ട്. 2-3 വർഷമായിട്ട് ഫുൾ സംഭവങ്ങളും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ തന്നെ വാങ്ങാം. എല്ലാ ബെഡ്ഷീറ്റ്, എല്ലാ റണ്ണേഴ്സ്, എന്തിനു വേണമെങ്കിലും ധൈര്യമായിട്ട് വരാം. ഒരു തരി ചുളിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്ക് കണ്ടിട്ടുള്ളൊരു ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ. എന്തായാലും ടാനിക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇന്ന് ഞാനിപ്പോൾ വന്നിട്ടുള്ള ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ ബെഡ്ഷീറ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഒരുപാട് സെലക്ഷൻ ഉണ്ട്. എല്ലാവർക്കും ധൈര്യമായി വരാൻ വാങ്ങിക്കാം. അത്രയും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഗ്യാരണ്ടീഡാണ്. താങ്ക് യു സ്റ്റാഫും എല്ലാവരും അത് വളരെ കോപ്പറേറ്റീവ്. താങ്ക് യു ടാനിയ. താങ്ക് യു സീമ മാം. സീമ മാം ഇവിടെ വന്ന് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന എല്ലാവരുമായിട്ട് നമ്മൾ നല്ല കൂട്ടാന്നും കൂടെ സീമ മാഡം പറയണം. അതെ, വളരെ ഫ്രണ്ട്ലിയാണ്. ടാനിയയുടെ ഒരു ഇത് കാരണമാണ് ഇത്രയും ദൂരം ഞാൻ വരുന്നത്. അവിടെ നിന്ന് തന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരുന്നത് കൊണ്ടാണ്. അപ്പൊ എന്തായാലും വളരെ വളരെ ഇഷ്ടമായി ഷോപ്പൊക്കെ. എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് വാങ്ങാം. എല്ലാം ബെഡ്ഷീറ്റ് എല്ലാം. താങ്ക് യു സോ മച്ച് സീമ മാം. താങ്ക് യു കേട്ടോ. ഇന്ന് ഇനി ആദ്യമായിട്ട് നമ്മുടെ പുതപ്പൊക്കെ കാണിക്കുവാണെങ്കിൽ, നമ്മുടെ പുതപ്പ് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി പുതപ്പാണ്. ഈ സാധനങ്ങൾക്കൊന്നും ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. എൻ്റെ പ്രൊഡക്റ്റിനും എൻ്റെ കളറ് ഇതെല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. അപ്പം നമ്മുടെ സ്റ്റോറിൽ വരുന്ന എല്ലാവർക്കും ഫീൽ ആവുന്ന ഒരു കാര്യം, ഇത് ഒരു ഡിസൈൻ തന്നെ ഒരുപാടൊന്നും കാണത്തില്ല കേട്ടോ. നല്ല ഹാൻഡ് പിക്ഡ് ആയിട്ട് ഇങ്ങനെ തൊട്ട് തലോടി നിങ്ങൾക്കിതിങ്ങനെ മേടിക്കാൻ തോന്നത്തില്ല, ഇങ്ങനെ നോക്കിയൊക്കെ തൊട്ടൊക്കെ. അതുപോലെ തന്നെ അത്ര എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഹാൻഡ് പിക്കായിട്ട് എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങളാണ് ഇതെല്ലാമേ. അപ്പോൾ ഇത് ആദ്യത്തെ പ്രിന്റ് കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു പൂക്കളോട് കൂടിയ
3 പേർക്ക് നന്നായിട്ട് പുതച്ചു മൂടി കിടക്കാൻ പറ്റുന്ന ഒരു പുതപ്പാണ്. 3 ലെയർ പുതപ്പാണ് കേട്ടോ. നമുക്ക് AC-യിലും അല്ലാതെ എല്ലാം ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് 3 പേർക്കെന്ന് പറയുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞു വാവയ്ക്കുമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ റിവേഴ്സിബിൾ ആയിട്ടുള്ള സൈഡ് ഇതുപോലെ വരുവേ. നല്ല രസമായി പ്രിന്റ് ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ. അതായത് ഏത് കളർ ബെഡ്ഷീറ്റിനോട് കൂടിയും ഇത് നമുക്ക് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകും. അപ്പം നമുക്കിപ്പോൾ അതൊരു സ്റ്റൈലാണല്ലോ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ബെഡ്ഷീറ്റും അതിൻ്റെ പില്ലോ കവേഴ്സും പിന്നെ അതിൻ്റെ പുതപ്പുകളൊക്കെ നമ്മുടെ ഈ സ്റ്റോറിൽ അവൈലബിളാണ്. പിന്നെ ഈ കട്ടൻ, ഈ ദിവസങ്ങളിൽ ഞാൻ ഈ കട്ടൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്നത്, ഞാൻ എന്നും ഓരോ കട്ടൻ കാണിക്കണം എന്ന് ഓർക്കും. പക്ഷെ വീഡിയോ പറയുമ്പോഴത്തേനും ഞാൻ കട്ടൻ്റെ കാര്യം പലപ്പോഴും മറന്നു പോവേ. അപ്പം മാഗ്നിസ്കേപ്സിൻ്റെ സ്റ്റോറിൽ കട്ടൻ ഉണ്ട് കേട്ടോ. അപ്പം കട്ടൻസും ഇവിടെ അവൈലബിൾ ആണ്. വളരെ റീസണബിൾ ആയിട്ട് നമുക്കൊക്കെ അത്ര നല്ല ക്വാളിറ്റിയിൽ ഒരു സാധനം വേണമെങ്കിൽ നമ്മൾ മാഗ്നിസ്കേപ്സിൽ ഒന്ന് വരണം, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിക്കണം. ഇനിയുള്ള കാര്യം നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ. കിങ് സൈസ് ബെഡ്ഷീറ്റ് നല്ല, നമുക്ക് ആദ്യ കാലം തുടങ്ങി കിങ് സൈസ് ബെഡ്ഷീറ്റിന് ഒരേ വിലയുള്ളൂ. അപ്പോൾ ആ വില തന്നെയാണ് നമ്മൾ ഇപ്പോഴും വന്നിരിക്കുന്നത്. നമ്മൾ വില കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല. കാരണം എൻ്റെ ഫാബ്രിക്കിന് അത്ര നല്ല ക്വാളിറ്റിയിൽ എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള സാധനം നല്ല സൈഡ് ബോർഡറിൽ ഈ ഒരു കളറിലാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സന്തോഷം പറയുന്നതുകൊണ്ടായിരിക്കും ഇന്ന് ഇച്ചിരി ഫാസ്റ്റ്നെസ് കുറവുണ്ടല്ലേ. അത് ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ചിലപ്പോൾ സന്തോഷം കൂടുമ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ആണല്ലോ. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സ് അവൈലബിളാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല കോഴികളുടെ പടമാട്ടോ. നല്ല കോഴി കുഞ്ഞുങ്ങൾ, നല്ല സുന്ദരമായിട്ടുള്ള കോഴി കുഞ്ഞുങ്ങളാണ്. നല്ല സുന്ദരമായിട്ടുള്ള കോഴി കുഞ്ഞുങ്ങൾ, നല്ല രസമാണ് ഇങ്ങനെ തീറ്റയൊക്കെ തിന്നുന്നത്. നമ്മുടെ കുഞ്ഞിനാളിലൊക്കെ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ, ഒരു പ്രത്യേക തരം ഗ്രീൻ കളറാണ്. നമ്മുടെ കുഞ്ഞിനാളിലൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ പോയി, നമ്മുടെ കുഞ്ഞിനാളിൽ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ അരിയൊക്കെ ഇച്ചിരി ഇങ്ങനെ കട്ടോണ്ട് പോകും. അകത്തുനിന്ന് ഇച്ചിരി അരിയെ അങ്ങോട്ട് ഇങ്ങനെ കോഴികളുടെയൊക്കെ അടുത്ത് ഇങ്ങനെ പയ്യെ പാത്തൊക്കെ പോയി ഇരിക്കും കേട്ടോ. മമ്മിയൊന്നും വരാൻ പാടില്ലല്ലോ, കണ്ടാലൊക്കെ വഴക്ക് പറയല്ലേ. എന്നിട്ട് ഇങ്ങനെ കോഴി വരുമ്പോൾ ഇച്ചിരി ഇട്ട് കൊടുക്കും. ഇത് കണ്ടോ, അവിടെ എന്താ ആഗ്രഹം എന്നറിയാം, അവർ വേഗം അത് കൊത്തി തിന്നണം. റീസൺ എന്താ? വീട്ടിലാരും വഴക്ക് പറയാൻ പാടില്ലല്ലോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഡിസൈനാണ് കേട്ടോ. ഇനിയുള്ളത് അടുത്ത ഡിസൈൻ നല്ല പൂക്കളോട് കൂടിയ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ്. ഇതൊക്കെ നല്ല വിരിച്ചാൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഇലകളും കായ്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഷീറ്റ്സ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാട്ടോ, നല്ല ഒരു സൈഡ് ബോർഡർ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു സൈഡ് ബോർഡർ കേട്ടോ. ഇതിൻ്റെയൊക്കെ സൈസ് വന്നിട്ട് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിട്ട് എല്ലാം 1000 റുപ്പീസിന് താഴെയാണ്. 2 വലിയ പില്ലോ കവേഴ്സും ഇന്ന് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇന്ന് ഇത് വിരിച്ചിട്ട ആള് ഇതുപോലെ ഫുള്ള് വിടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഇത് ഉണ്ടോ ഇങ്ങനെയല്ല. സാധാരണ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് വലിയ പില്ലോ കവേഴ്സ് പറയുമ്പോഴത്തേനും വലിയ പില്ലോ കവേഴ്സ് ആവുമല്ലോ. അപ്പം നല്ല വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇനിയുള്ള അടുത്ത പ്രിന്റ് ഇത് കണ്ടോ, എന്ത് രസം, വയലറ്റ് കളർ. ഈ ഒരു കോമ്പിനേഷനൊക്കെ ബെഡ്ഷീറ്റുകൾ വളരെ കുറവാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള വയലറ്റ് പൂക്കള്, സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെ ലൈറ്റ് ഗ്രേ കളറ്. ഈ ബെഡ്ഷീറ്റൊക്കെ 100% കളർ ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പം ഒരു ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സേ വാഷ് ചെയ്യാവുള്ളൂ. എത്ര വലിയ കപ്പാസിറ്റി ഉള്ള വാഷിംഗ് മെഷീനാണെങ്കിലും ഒരു ബെഡ്ഷീറ്റും 2 പില്ലോ കവറേ ഇടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്കിത് വെള്ളം ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ഡ്രമ്മൊക്കെ, വെള്ളം മീൻസ് വെയിറ്റ് ആണല്ലോ, ബെഡ്ഷീറ്റ് നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ്, നമ്മുടെ ഡ്രമ്മൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് വലിച്ചു വാരിയിടരുത്. ലൈറ്റ് ആയിട്ടുള്ള സോപ്പിൻ്റെ ലിക്വിഡ് ഇട്ടിട്ട്, നമ്മുടെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉണ്ടല്ലോ, അതിട്ടിട്ട് നമുക്കത് കഴുകണം. ഇനിയുള്ളത് അടുത്ത ഡിസൈൻ ഇതുണ്ട്, വെറൈറ്റി ഡിസൈൻ ആണ്. ഇത് ലൈറ്റ് വെയിറ്റ്, ബാക്കിയെല്ലാം തന്നെ ഒരു തിക്കായിട്ടുള്ള കോട്ടനാണ്, എന്നാലും ഇത് കോട്ടൺ ആണ് കേട്ടോ. ഒരു വെറൈറ്റി പ്രിന്റ് ആണ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ബ്ലാക്ക് കളറ്. ഇതുണ്ട് 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. കിങ് സൈസിന്റെ മെഷർമെന്റ് വന്നിട്ട് 100 × 108 ഇഞ്ചസ് ആണ്.
പില്ലോ കവറിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് 17x27 ആണ്. അപ്പോൾ എല്ലാവരും മാഗ്നിസ്കേപ്സ് വരണം. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി വരുന്നവരൊക്കെ എന്നോട് പറയണം കേട്ടോ, ലൈക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഞാൻ എല്ലാ സജഷൻസും ഓപ്പൺ ആയിട്ട് സ്വീകരിക്കും. എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഓർക്കും, പലരും പറയാറുണ്ട് ഞങ്ങൾ തുണി മേടിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഇങ്ങനെ തുണിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടായിയൊക്കെ കർത്താവിൻ്റെ കൃപയിൽ ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ എന്നെ കണ്ട എല്ലാ വ്യൂവേഴ്സിനും, എല്ലാവർക്കും, എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിനും ഇനി വരുന്ന കസ്റ്റമേഴ്സിനും എല്ലാവർക്കും, പിന്നെ വീഡിയോ എടുക്കുന്നവർക്കും എഡിറ്റ് ചെയ്യുന്നവർക്കും എല്ലാം വളരെ താങ്ക് യു ആണ്. അവരോട് താങ്ക് യു പറഞ്ഞില്ലെങ്കിൽ തന്നെ തല്ലിക്കൊല്ലും. പിന്നെ എൻ്റെ പിള്ളേരോട്, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ പിള്ളേരോടെ. അപ്പോൾ അത്രയും നന്നായിട്ട് ദൈവം നമ്മളെ ചെറിയ രീതിയിൽ, ചെറുതല്ല, എന്നെ സംബന്ധിച്ചുള്ള ഇത് വലിയൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഈ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കണം. ഇന്നെല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. താങ്ക് യു.